നമ്മുടെ നാട്ടിൽ, അതും 15 വയസ്സ് മാത്രം പ്രായമായ ഒരു ഇതര സംസ്ഥാനത്ത് നിന്നുള്ള പെൺകുട്ടി കൂട്ട ബലാത്സംഗത്തിന് ഇരയായി എന്നത്. കോഴിക്കോട് രാമനാട്ടുകരയിലാണ് സംഭവം. ബംഗാളി പെൺകുട്ടിയെ ആണ് കൂട്ട ബലാത്സംഗം ചെയ്തത്. 15കാരിയായ പെൺകുട്ടിയെ 5 മലയാളി യുവാക്കൾ ചേർന്നാണ് അതിക്രൂരമായി ബലാത്സംഗം ചെയ്തത്. ഈ പ്രതികൾ ഇപ്പോൾ ഒളിവിലാണ്. ബംഗാളിൽ നിന്നുള്ള പോലീസ് സംഘം കോഴിക്കോട് എത്തി കൂടുതൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. 3 दिन बाद जिम पे डाला था मैंने। 3 दिन बाद घर पे जाके बोला मम्मी मेरा मॉल पे काम ठीक हो गया है। मैंने बोला कौन ठीक किया? बोला उधर का जो मैडम है जिम चला था उसका बीबी मैडम है, तो वो बीबी ने मेरे को काम ठीक करके दिया, मैं मॉल पर काम करूँगी। तो मैंने बोला मैडम अच्छा है क्या? बोला हाँ अच्छा है, मैं उधर काम करूँगी। वो बोला है अच्छा अच्छा कपड़ा पहन के आएगी, ये स्मार्ट जैसे फैशन जैसे कपड़ा पहन के आएगी, ऐसे कपड़ा नहीं चलेगा, ऐसा मेरे को बोला है। पुलिस ने क्या बोला? कब? अभी बोल रही पुलिस ने, अभी बोल रही वो उड़ीसा का मैडम था, वो गया है इधर नहीं। अभी बोला तो अभी आरपीना के पास से पता चलेगा जो वो उड़ीसा का मैडम था कि केरला का मैडम था। आरपीना के पास से पता चलेगा। एक लड़का और दूसरा लड़का है किधर का? कितना लड़का था? आरपीना तो जो बयान दिया है वो 5 लड़का था। 5 लड़का। और ड्राइवर जो था उसको लेकर 6। कब आप मिसिंग कंप्लेंट दे दो? इधर उस दिन जिस दिन 19 तारीख को जिस दिन घर पे नहीं आया था तो उस दिन पुलिस कंप्लेंट दिया था। अभी किधर हो बेटी? अभी होम पे है, उधर जा रहे हैं हम लोग। രാമനാട്ടുകരയിലെ ഒരു മാളിൽ ജോലി ചെയ്തിരുന്ന പെൺകുട്ടി രാത്രി ഏറെ വൈകിട്ടും വീട്ടിൽ തിരിച്ചെത്താതെ വന്നതോടെയാണ് വീട്ടുകാർ അന്വേഷണം ആരംഭിച്ചത്. ഇതേ തുടർന്ന് പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. എന്നാൽ പോലീസ് രാത്രിയിൽ കാര്യമായി അന്വേഷണം നടത്തിയില്ല എന്നാണ് കുടുംബം പറയുന്നത്. രാമനാട്ടുകര പട്ടണത്തിന് സമീപത്ത് തന്നെ ഒരു കാറിൽ കൊണ്ട് ഈ കുട്ടിയെ ഏതാനും യുവാക്കൾ ചേർന്ന് ഇറക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനുശേഷം പോലീസ് എത്തുകയും കുട്ടിയെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. അങ്ങനെയാണ് തലേദിവസം കാണാതായ പെൺകുട്ടി, ബംഗാളി സ്വദേശിയായ പെൺകുട്ടിയാണിതെന്ന് മനസ്സിലാക്കിയത്. കുട്ടിയുടെ ശരീരമാസകലം മുറിവേറ്റ പാടുകളുണ്ടായിരുന്നു. കയ്യിലും കാലിലും മാറിലുമൊക്കെയായി പരിക്കുകളുണ്ട് എന്നാണ് വീട്ടുകാർ, അമ്മ അടക്കം പറയുന്നത്. ക്രൂരമായ ലൈംഗിക പീഡനത്തിന് പെൺകുട്ടി ഇരയായതായാണ് കുടുംബം പറയുന്നത്. മാളിൽ തന്നെ ജോലി ചെയ്തിരുന്ന ഒരു യുവാവുമായി കുട്ടിക്ക് സൗഹൃദമുണ്ടായിരുന്നു. എന്നാൽ പ്രണയം പോലുള്ള അത്ര വലിയ അടുപ്പമായിരുന്നില്ല എന്നും വീട്ടുകാർ പറയുന്നു. ആ യുവാവാണ് ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയതെന്ന വിവരമാണ് കുടുംബത്തിന് ലഭിച്ചിരിക്കുന്നത്. അതിനുശേഷം ഈ രാമനാട്ടുകര തന്നെയുള്ള ഒരു കെട്ടിടത്തിൽ കൊണ്ടുപോയി മറ്റ് 4 പേർ കൂടി കുട്ടിയെ ക്രൂരമായ ലൈംഗിക പീഡനത്തിന് വിധേയമാക്കിയതായാണ് അവർ വ്യക്തമാക്കുന്നത്. മാനസികവും ശാരീരികവുമായ ആഘാതങ്ങളാണ് കുട്ടിക്ക് ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ സംഭവമുണ്ടായി മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും, ഏതാണ്ട് 2 ദിവസം കഴിഞ്ഞിട്ടും പ്രതികളെ പോലീസ് പിടികൂടാൻ തയ്യാറാവുന്നില്ല എന്നാണ് കുടുംബം പരാതി പറയുന്നത്. ഈ പെൺകുട്ടിയുടെ നാട്ടിൽ ബംഗാളിലും ഈ സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കുകയും പ്രാദേശിക നേതൃത്വം ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ബംഗാളിൽ നിന്നുള്ള പോലീസ് സംഘത്തെയും ഈ പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളെയും കൗൺസിലർ അടക്കമുള്ളവരെയും കേരളത്തിലേക്ക് അയക്കുകയും അവർ കേരള പോലീസുമായി, ഫാറൂഖിലെ പോലീസ് ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തിരിക്കുന്നു. പ്രതികൾക്കായുള്ള തെരച്ചിൽ ഊർജിതമായി പുരോഗമിക്കുന്നു എന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. പല മാർഗങ്ങളിൽ കൂടിയും പ്രതിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഒപ്പം എത്ര പേർ പെൺകുട്ടിയെ പീഡനത്തിന് വിധേയമാക്കി എന്നത് സംബന്ധിച്ച ഒരു കൃത്യമായ വിവരം ലഭ്യമല്ല എന്നും പോലീസ് പറയുന്നു. കാരണം ഈ കൃത്യത്തിൽ നിർവഹിച്ച ശേഷം ഈ കുട്ടിയെ മയക്കുമരുന്ന് അടക്കം കൊടുത്താവാം ഇത്തരത്തിൽ ബലാത്സംഗം ചെയ്ത് എന്നൊരു കണക്കൂട്ടലാണുള്ളത്. അതുകൊണ്ട് തന്നെ ആരൊക്കെ എന്തൊക്കെ രീതിയിലാണ് ഈ കുട്ടിക്ക് നേരെ അതിക്രമങ്ങൾ നടത്തിയതെന്ന് സംബന്ധിച്ച ഒരു കൃത്യമായ മൊഴി നൽകാൻ പര്യാപ്തമായ അവസ്ഥയിലല്ല കുട്ടിയെന്നും പറയുന്നു. എന്തായാലും ഇതേക്കുറിച്ച് വളരെ വിശദമായി തന്നെ അന്വേഷണം നടത്തി വരികയാണ്. പ്രധാന പ്രതിയെ കിട്ടിയാൽ ബാക്കി ആളുകളെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പോലീസ് അറിയുന്നത്. വളരെ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഈ കുട്ടി ബംഗാളിൽ നിന്നും കേരളത്തിലേക്ക് എത്തുന്നത്. ഈ കുട്ടിയുടെ അമ്മയും വല്യമ്മയും ഒക്കെ വർഷങ്ങളായി തന്നെ രാമനാട്ടുകരയിൽ ജോലി ചെയ്ത് ജീവിക്കുന്നതാണ്. ഈ കൂലിപ്പണിക്കും, അതായത് കെട്ടിട നിർമ്മാണ ജോലികൾക്കും ഒപ്പം വീട്ടുജോലികൾക്കുമൊക്കെ പോയാണ് അവർ ഉപജീവന മാർഗം നടത്തുന്നത്. ബംഗാളിൽ നിന്നും
കേരളത്തിലെത്തിയ ഈ കുട്ടിയെ ജിമ്മിൽ പരിശീലനത്തിനായി കുടുംബം അയക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ജിമ്മിൽ വെച്ച് പരിചയപ്പെട്ട ഒരു സ്ത്രീയാണ് കുട്ടിക്ക് ഷോപ്പിംഗ് മാളിൽ ജോലി വാങ്ങിക്കൊടുത്ത് ഒരു തുണിക്കടയിൽ ഈ തുണി മടക്കുന്നതിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കായി ആണ് എന്ന് പറഞ്ഞാണ് ജോലിക്ക് കൊണ്ടുപോയതെന്നും കുടുംബം പറയുന്നു. അവിടെ വെച്ചാണ് ഈ ഹിന്ദി അറിയാവുന്ന ആളുകളുമായി അടുത്തിടപഴകുന്ന ഒരു സ്വഭാവം കുട്ടിക്കുണ്ടായത്. മലയാളം തീരെ അറിയാത്ത കുട്ടിയാണ്. അങ്ങനെയാണ് ഈ യുവാവുമായി പരിചയപ്പെട്ടത്. ഒരു മാസം മുമ്പ് മാത്രമാണ് യുവാവുമായി കുട്ടി പരിചയപ്പെട്ടതെന്നും ഈ കുടുംബം അറിയിക്കുന്നു. ഈ യുവാവിനെ പറ്റി വീട്ടുകാരോട് പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. പക്ഷേ ഇത്തരത്തിലൊരു ക്രൂരകൃത്യം ഇയാൾ ചെയ്യുമെന്ന ഒരു കണക്കൂട്ടൽ ഒരിക്കലും കുടുംബത്തിനുണ്ടായില്ല. എന്തായാലും എത്രയും പെട്ടെന്ന് ഈ പ്രതികളെ കണ്ടെത്തണം എന്ന ആവശ്യമാണ് കുടുംബം മുന്നോട്ട് വെക്കുന്നത്. ബംഗാളിൽ നിന്നെത്തിയ പോലീസ് സംഘം കേരളത്തിൽ തന്നെ തുടരുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും ഊർജ്ജസ്വലമായ അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലുമാണ് കുടുംബം. യെസ്, എന്തായാലും നമ്മൾ മലയാളികൾ അഭിമാനത്തോടെയാണ് നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച്, നമ്മുടെ സംസ്ഥാനത്തെക്കുറിച്ച്, ഇവിടുത്തെ ജീവിത രീതിയെക്കുറിച്ചൊക്കെ പറയാറ്. അവിടെയാണ് ഒരു ഇതര സംസ്ഥാനത്ത് നിന്ന് വന്ന ഒരു പെൺകുട്ടി, അതും 15 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടി ക്രൂരമായ ബലാത്സംഗത്തിനിരയായി എന്നത് അങ്ങേയറ്റം ലജ്ജാകരമാകുന്നത്. ഈ ബലാത്സംഗത്തിന് ഇരയായ സംഭവത്തിൽ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട് നമ്മുടെ ബാലാവകാശ കമ്മീഷൻ. കേസിലെ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കൃത്യമായ ഇടപെടൽ കമ്മീഷൻ നടത്തുമെന്ന് ചെയർമാൻ KV മനോജ് കുമാർ വ്യക്തമാക്കി. പ്രാഥമിക അന്വേഷണം കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് നടത്തിയിട്ടുണ്ട്. പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നും കൃത്യമായ ഇടപെടൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുമാണ് അദ്ദേഹം പ്രതികരിച്ചത്. CPIM നൽകി